ഹായ് ഓൾ, ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു പുതുമയുള്ള എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെയുള്ള വീഡിയോയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാർ നമുക്ക് 5 ലക്ഷം രൂപയുടെ ഒരു സൗജന്യ ഇൻഷുറൻസ് പദ്ധതി നമുക്ക് തരുന്നുണ്ട്. പലപ്പോഴും ഇത് ചിന്തിക്കുന്നുണ്ടാവും, ഏതാണ് ആ ഇൻഷുറൻസ് പദ്ധതി? ഇനി ഇത് നമ്മുടെ സംസ്ഥാനത്തുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലുണ്ടോ? ഇനി ഇത് സത്യമാണോ അല്ലെങ്കിൽ ഇത് നമ്മുടെ അടുത്തുള്ള ആശുപത്രിയിൽ ലഭ്യമാണോ? ഇങ്ങനെയുള്ള വിവിധ സംശയങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാം. സോ ഈ ഒരു വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. 2017-18 വർഷത്തിൽ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ച ആയുഷ്മാൻ ഭാരത് എന്ന ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റും ചേർന്ന് സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന ഒരു സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത്. 10 കോടിയോളം കുടുംബങ്ങൾക്ക്, അതായത് ഏകദേശം 50 കോടിയോളം ജനങ്ങൾക്ക് 5 ലക്ഷത്തോളം വരുന്ന സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ ഒരു ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക്. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബിൻ കൊച്ചി. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഏതാണ് ആ ഇൻഷുറൻസ് പദ്ധതി എന്ന് നമുക്ക് നോക്കാം. 2017-18 വർഷത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ച ആയുഷ്മാൻ ഭാരത് എന്ന ഒരു സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചാണ് നാം പറയാൻ പോകുന്നത്. ഇത് തികച്ചും സൗജന്യമായ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. 5 ലക്ഷം രൂപയോളം സൗജന്യ ഇൻഷുറൻസ് നമുക്ക് ലഭ്യമാണ്. ഇന്ത്യയിൽ ഏകദേശം 50 കോടിയോളം ജനങ്ങൾക്കാണ് ഈ ഒരു സേവനം ലഭ്യമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ സംസ്ഥാനത്തിൽ ഇത് ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ഇന്ത്യയിലുടനീളം ഈ ഒരു സേവനം ലഭ്യമാണ്. ഇത് ഈ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഈ ഒരു സൗജന്യ ഇൻഷുറൻസ് പദ്ധതി, ഇതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നാം ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആയുഷ്മാൻ ഭാരത് എന്ന ഈ സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നമുക്ക് ഭാഗമാകാൻ സാധിക്കുമോ? ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം ഈ ഒരു സേവനം ലഭ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും നാം ചിന്തിക്കുന്നത്, ഇതിലേക്ക് എങ്ങനെയാണ് ഒരു അംഗത്വം എടുക്കുക എന്നുള്ളത്. പുതിയൊരു മെമ്പർഷിപ്പ് സാധ്യമാണോ, അതോ ഇനി അങ്ങനെ ഒരു മെമ്പർഷിപ്പ് സാധ്യമല്ല എങ്കിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2011 നടന്ന ആ ഒരു സെൻസസ്, അതിൻ്റെ അന്ന് നാം കൊടുത്തിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ആ ഒരു സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് നാം അർഹരാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നാം ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് നമ്മുടെ പേര് ഇതിലുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്? ഇതിന് പ്രധാനമായും നമ്മുടെ റേഷൻ കാർഡിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഒരു രീതിയിൽ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ റേഷൻ കാർഡിൽ 4 തരത്തിലുള്ള ഏതെങ്കിലും ഒരു സീൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. PMJAY, അതുപോലെ തന്നെ RSBY, അതുപോലെ CHIS, അതുപോലെ KSAP. ഈ 4 പേരിലുള്ള ഏതെങ്കിലും ഒരു സീൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൗജന്യ ഇൻഷുറൻസ് പദ്ധതിക്ക് അർഹനാണ്. അപ്പോൾ റേഷൻ കാർഡിൽ ഏതെങ്കിലും 4 സീലിൽ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ അതിൽ ഈ പറഞ്ഞ പോലെ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിക്ക് അർഹനാണ്. അതേപോലെ തന്നെ ചിലർ ചിന്തിക്കും, അയ്യോ എൻ്റെ റേഷൻ കാർഡിൽ ഇങ്ങനെയുള്ള 4 സീലുകളൊന്നും തന്നെ ഇല്ല, ഇനി എന്ത് ചെയ്യും? ചിലർക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് കത്ത് വന്നിട്ടുണ്ടാവും. ഈ ഒരു കത്തും ഈ ഒരു ഇൻഷുറൻസ് സൗജന്യ പദ്ധതിക്ക് യോഗ്യത നേടുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇനി ഇത് രണ്ടും ഇല്ലാന്നിരിക്കട്ടെ, റേഷൻ കാർഡിൽ സീലും ഇല്ല, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കത്തും ലഭിച്ചിട്ടില്ല. ഒട്ടും നിരാശനാകണ്ട. നിങ്ങളുടെ കയ്യിലുള്ള RSBY കാർഡ്, അതിന് നമുക്കറിയാം, നമുക്ക് പ്രതിവർഷം 30,000 രൂപയോളം നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇത് ലഭ്യമായ ഒരു കാർഡ് തന്നെയാണ്.
പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ RSBY കാർഡ് 2019 പുതുക്കിയിട്ടുണ്ടാകണം. അങ്ങനെ പുതുക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിലും കൂടെ അംഗമാണ് എന്നത് ഓർപ്പിക്കട്ടെ. ഇനി ഈ പറഞ്ഞ 3 ഓപ്ഷൻസ് അല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് ഒരു വെബ്സൈറ്റ് ആണ്. നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് mera.pmjay.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ചോദിക്കുന്നത് മൊബൈൽ നമ്പറാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കോഡ് കാണാം. ആ ഒരു കോഡ് അവിടെ എൻ്റർ ചെയ്യുക, തെറ്റാതെ എൻ്റർ ചെയ്യുക. എങ്ങനെയാണോ ആ സ്ക്രീനിൽ കാണുന്നത് അതേപടി കോഡ് എൻ്റർ ചെയ്ത ശേഷം നമ്മൾ OTP നമ്മൾ ജനറേറ്റ് ചെയ്യുക. നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP മെസ്സേജ് വരുന്നതാണ്. അതിനുശേഷം അത് ലോഗിൻ ആവുന്നതാണ്. അവിടെ നമുക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് ഇത്രയാണ്. നമ്മുടെ സ്റ്റേറ്റും, അതായത് നമ്മുടെ ഏത് സംസ്ഥാനമാണെന്നും അതുപോലെ നമ്മുടെ പേരും ഓർക്കുക. നമ്മൾ 2011 സെൻസസ് പ്രകാരം എങ്ങനെയാണോ നമ്മുടെ പേര് അതിൻ്റെ കറസ്പോണ്ടിങ് ഉദ്യോഗസ്ഥരെ രേഖപ്പെടുത്തിയിരുന്നത് അതേപടി കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ OTP ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സ്ക്രീനിൽ ചോദിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. അതിനുശേഷം പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2011 സെൻസസ് പ്രകാരം എങ്ങനെയാണോ നിങ്ങളുടെ പേര് അവർ രേഖപ്പെടുത്തിക്കൊണ്ട് പോയിരുന്നത് അതേ രീതിയിൽ തന്നെ കൊടുക്കാനായിട്ട് മറക്കരുത്. അതിനുശേഷം നിങ്ങളുടെ വിവരങ്ങളും മറ്റും കാണാൻ പറ്റും. നിങ്ങളുടെ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കൊക്കെ ഈ ഒരു പദ്ധതിയിൽ യോഗ്യത നേടിയിട്ടുണ്ട് അവരുടെ എല്ലാ വിവരങ്ങളും ലഭ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 20 അക്ക നമ്പർ കാണാൻ പറ്റും. ഒരു HHD നമ്പർ എന്നുള്ള നമ്പർ കാണാൻ പറ്റും. ആ നമ്പർ പ്രത്യേകം കുറിച്ച് വെക്കുക. കാരണം നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്തും അതിന് ശേഷമുള്ള ഡിസ്ചാർജിന് തൊട്ട് മുൻപ് വരെയുള്ള നിങ്ങളുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു HHD നമ്പർ അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റും അതുപോലെ പേരും വെച്ച് സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് പിൻകോഡ് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാതെ പ്രത്യേകിച്ചും വാടകയ്ക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒക്കെ താമസിക്കുന്നവരാണ്. ഒരു അഡ്രസ്സ് ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ നിങ്ങൾ 2011 സെൻസസ് പ്രകാരം ഏത് പിൻകോഡാണോ കൊടുത്തിരുന്നത് ആ പിൻകോഡ് വെച്ച് സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ mera.pmjay.gov.in എന്ന വെബ്സൈറ്റിൽ കൂടെ എങ്ങനെയാണ് നമ്മുടെ പേര് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം വരുന്നത്, ഇത് ഏതൊക്കെ ഹോസ്പിറ്റൽസിലുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി ഏതൊക്കെ ഹോസ്പിറ്റൽസ് വരെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിന് മറ്റൊരു വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ പേര് ഉണ്ടോ എന്നുള്ള നോക്കാനുള്ള വെബ്സൈറ്റ് പറഞ്ഞു, അതായത് mera.pmjay.gov.in എന്നുള്ള വെബ്സൈറ്റ് പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന വെബ്സൈറ്റ്, ഇത് രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ പ്രത്യേകം കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ഡീറ്റെയിൽസ് ആ ഒരു വെബ്സൈറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ sha.kerala.gov.in/list-of-empaneled-hospitals എന്ന് അടിച്ചു കൊടുക്കുക. ഇത് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്. നമുക്ക് പേര് പോലെ തന്നെ പബ്ലിക് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ്. നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഒരുവിധപ്പെട്ട എല്ലാ സേവനങ്ങളും സൗജന്യം തന്നെയാണ്. സോ നമുക്കിനി പ്രൈവറ്റിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പ്രൈവറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതായത് അതത് ജില്ലയിലുള്ള ഏതൊക്കെ ഹോസ്പിറ്റൽസ് ആണെന്ന് കാണാൻ പറ്റും. ഹോസ്പിറ്റലിൻ്റെ പേര്, അതുപോലെ തന്നെ അതിൻ്റെ ഫോൺ നമ്പർ, ഇമെയിലൊക്കെ കാണാൻ പറ്റും. ചില ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ കോവിഡ് ഒള്ളി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് കോവിഡിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ഇത് മാത്രമേ ഉള്ളൂ. മറ്റ് ഇതര മെഡിക്കൽ എയ്ഡുകൾക്ക് ഇൻഷുറൻസ് ഇല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. സപ്പോസ് നമ്മൾ കണ്ട കുറച്ച് ലിസ്റ്റ് ഓഫ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ കണ്ടു. ഇതിലേതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ആ ഒരു ആനുകൂല്യം ലഭിച്ചില്ല എന്നത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം.
1455 എന്ന ദിശാ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് റേഷൻ കാർഡിൽ നമ്മളുടെ പേര് നോക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 സൈറ്റുകളും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പലരും ചിന്തിക്കും, അയ്യോ ഞാൻ ഈ ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ടും എൻ്റെ പേരില്ലല്ലോ, ഇനി എന്താണ് ചെയ്യുക എന്നിങ്ങനെ നിരാശരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനും മറ്റൊരു സൊല്യൂഷൻ ഉണ്ട്. വേറെ ഒന്നുമല്ല, 1455 എന്ന ദിശാ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. അത് നോക്കിയിട്ട് നിങ്ങളുടെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരുന്നതാണ്. പക്ഷേ ഇതൊരു ടോൾ ഫ്രീ നമ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രാദേശിക ഭാഷ മലയാളം ചിലപ്പം ലഭ്യമാകണം എന്നില്ല. അങ്ങനെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജിയോ നമ്പറിൽ നിന്ന് വിളിച്ച് ഈ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന HST നമ്പർ ഞാൻ 20 അക്കം എന്നാണ് പറഞ്ഞത്, ശരിക്കും വന്ന് 24 അക്കം ഉണ്ട്. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ആ 24 അക്കമുള്ള HST നമ്പർ നിങ്ങൾ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ സപ്പോസ് നിങ്ങൾ അഡ്മിറ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇപ്പം അഡ്മിറ്റ് ആയ പീരീഡും അത് കഴിഞ്ഞിട്ടുള്ളൊരു 15 ദിവസത്തെയും ആ ഒരു ഫുൾ കവറേജ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ യാതൊരു മുടക്കുമില്ല അല്ലേ? എത്രയോ പേര് പല സ്ഥലങ്ങളിലും പൈസ കൊടുത്തും ഒക്കെ പ്രീമിയവും അതുപോലെ തന്നെ മറ്റ് ഇതര ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയൊക്കെ പുറകെ പോകുന്നു. ചിലർ പറയും, അയ്യോ ഞങ്ങളുടെ ഹെൽത്ത് കാർഡ് പുതുക്കാൻ പറ്റിയില്ല, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരാശരായ ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ ഒരു സേവനത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. അപ്പോൾ നമുക്ക് അർഹമായ ആനുകൂല്യങ്ങളിൽ ഒന്നാണ്. എന്തിനാണ് നമ്മൾ വെറുതെ പൈസ മുടക്കി പല ഫേക്ക് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിന് പുറകെ പോകുന്നത്? നമുക്ക് ഗവൺമെൻറ് സൗജന്യമായിട്ട് തരുന്ന ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി എന്തുകൊണ്ട് നമുക്ക് പരമാവധി യൂട്ടിലൈസ് ചെയ്തുകൂടാ? അപ്പോൾ എന്തായാലും വളരെ ചെറുത് എന്ന് തോന്നുന്നെങ്കിലും ഒരുപാട് പേർക്ക് പ്രയോജനമുണ്ടാകുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ബ്രൈറ്റ് നാവിഗേറ്റർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ചെറിയൊരു ബെല്ലൈക്കൺ കാണാം, അതും കൂടെ അമർത്താനായിട്ട് മറക്കരുത്. എങ്കിൽ ഞങ്ങൾ യഥാസമയം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. കാരണം ഞങ്ങളുടെ ഓരോ വീഡിയോകളും മെച്ചപ്പെടണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ കൊച്ചി.